ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പത്തിരിയും ബീഫ് റോസ്റ്റും ആട്ടോ. അതിനായിട്ട് ആദ്യം ബീഫ് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് കുക്കറിൽ നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കുകയാണ്. ഒരു 3-4 വിസിലൊക്കെ അടിച്ച് ഒന്ന് കുറച്ചിട്ട് ഒരു വിസിലൊക്കെ അടിച്ച് അതിനൊക്കെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുക്കർ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടിയിൽ വെള്ളം വെച്ചതാണ് കണ്ടത്. വെള്ളം നന്നായിട്ട് തിളക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അതിലേക്ക് പൊടി ചേർക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ 1.5 ഗ്ലാസ് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആ പൊടി ചേർത്ത ശേഷം ആ തിളച്ച വെള്ളത്തിൽ വെച്ച് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടി പിടിക്കാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താൽ മതി. അതുവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പൊടി വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല രീതിക്ക് എന്ത് കിട്ടും, പൊടി വെന്ത് കിട്ടും. ഈ വെന്ത് കിട്ടുന്ന പൊടി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ചൂടോടെ കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ കിട്ടും പെട്ടെന്ന് തന്നെ. എന്നിട്ട് ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമ്മളിടുക. എന്നിട്ട് നമുക്ക് പ്രസ്സുണ്ട്, ആ പ്രസ്സിൽ വെച്ച് ഈ ഉണ്ടകൾ ഓരോന്നും പരത്തിയ ശേഷം പത്തിരി ചട്ടിയിലേക്കിട്ട് നമ്മൾ ചുടുകയാണ്. ഈ പത്തിരി ചട്ടി ഇപ്പോൾ പണ്ടൊക്കെ അടുപ്പിൽ വെക്കുന്നതായിരുന്നു, ഇപ്പോൾ ഗ്യാസിൽ വെക്കുന്നതും കിട്ടും. അതിലിട്ട് ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കണ്ടേ, അതിനായിട്ട് ചട്ടി വെച്ചു. ചട്ടിയിൽ വെള്ളമൊക്കെ പറ്റി അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നേരത്തെ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞു വെച്ചു. ആ സവാള വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. സവാളയൊക്കെ ചെറിയ കനത്തിലുള്ളതാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. ലേശം ഉപ്പ് കൂടി ചേർത്താൽ നേരത്തെ വഴന്ന് കിട്ടും. അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് വാടിയ ശേഷം അതിലേക്ക് ലേശം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കണത്. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയ ശേഷം ലേശം അതിലേക്ക് മുളക് പൊടി ചേർക്കുക. ഇവിടെ നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. അതിന് പകരം മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ് ഇവിടെ നമ്മൾ ചേർക്കുന്നത്. ഇനി ലേശം കറിവേപ്പില കൂടി നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ ആദ്യമേ ചേർത്തില്ല. പിന്നെ ഗരം മസാല ഒരുപാട് മൂക്കണ്ട, അതുകൊണ്ടാണ് ലാസ്റ്റ് ഗരം മസാല ചേർത്തത്. ഗരം മസാല ചേർത്ത് ഒന്ന് ഇളക്കി ഗരം മസാല ഒന്ന് ചൂടാകുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച ബീഫ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ചട്ടിയിലോട്ട് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ലേശം ഉപ്പ് നോക്കാനേ ഉള്ളൂ. ബീഫ് റെഡിയാണ്. അപ്പം നമ്മുടെ പത്തിരിയും ബീഫും റെഡി. താങ്ക് യു ഗൈസ്.